Hello, good morning. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു 9 മണിയായപ്പോഴേക്കാണ് നമ്മൾ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മോനെ സ്കൂളിൽ വിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അവൻ്റെ ലഞ്ചൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെക്കുവാണ്. 9 മണിയാവുമ്പോൾ ഋഷിക്കുട്ടിൻ്റെ ഫുഡ് കഴിക്കലും കുളിയും ഒരുങ്ങലും ഫുള്ള് റെഡിയായി അവൻ അവിടെ ഇരുന്ന് കാർട്ടൂൺ കാണും കേട്ടോ. ഈ സമയത്താണ് ഞാൻ ഈ വക പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഓരോന്നൊക്കെ എടുത്തുകൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനിന്ന് സ്നാക്കായിട്ട് കൊടുത്തുവിടുക ഡ്രാഗൺ ഫ്രൂട്ട് ആയിരുന്നേ. അപ്പോൾ അതിനകത്ത് അവൻ്റെ കോർക്ക് കുത്തിക്കഴിക്കാനുള്ള സ്പൂൺ വെക്കാൻ മറന്നുപോയി. അങ്ങനെ അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഒന്നുകൂടി തുറന്ന് അതിനകത്തേക്ക് വെക്കുവാണ്. വെള്ളം കുടിക്കാൻ ഇപ്പോൾ ആൾ ഇച്ചിരി മോശമാണ് കേട്ടോ. പണ്ട് നല്ല രീതിയിലൊക്കെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നതാണ്. അത് മാത്രമല്ല ഇപ്പോൾ കേക്ക് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം കുടിച്ചിട്ടായിരിക്കും വരുന്നത്. കാലിയായിരിക്കും കേട്ടോ ആ ഒരു ബോട്ടിൽ. പക്ഷേ ഈ ഫ്രൂട്ട്സൊക്കെ ആയതുകൊണ്ടായിരിക്കണം വെള്ളം ബാക്കി അതുപോലെ തന്നെ കാണും. ഒരു അരഭാഗം മാത്രമേ അവൻ കുടിച്ച് കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് ഒരു 9:30 ആകുമ്പോൾ ഞാനിപ്പം കൊണ്ടാക്കും. അത് മാത്രമല്ല അവന് റെഡിയായി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. റെഡി ആയാൽ കൊള്ളാം, അപ്പോഴേ ഇറങ്ങിക്കൊള്ളണം. അങ്ങനെയാണ് ധൃതി പിടിച്ച് ഇറങ്ങുന്നത് കേട്ടോ. എൻ്റെ പുത്രൻ ഈ നിൽക്കുന്നതേ അവനൊരു ബട്ടർഫ്ലൈയെ കണ്ടു. ഇനി അതിനെ പിടിച്ചിട്ടേ അവൻ വരത്തുള്ളൂ. ഒരു തുമ്പിയും ഒരു ചിത്രശലഭത്തിന് ഒരു പക്കി എൻ്റെ കൊച്ചു വെറുതെ വിടാറില്ല കേട്ടോ. കിട്ടുന്നതിനൊക്കെ പിടിക്കുന്ന ഒരു സ്വഭാവം അവനുണ്ടേ. അങ്ങനെ വലിച്ചെടുത്തത് ഇപ്പോൾ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അത് ചേട്ടന്മാരുടെ സൈക്കിളാണ്. ടാറ്റ പറയാമോ? പോട്ടെ, ടാറ്റ 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 പറയൂ. ടാറ്റ. ഇത് മോൻ്റെ സ്കൂളിലൊക്കെ ഉള്ളൊരു വഴിയാണ് കേട്ടോ. ഇത് കുത്തനാനുള്ളൊരു ഇറക്കമാണ്. എനിക്ക് ഈ സ്കൂട്ടി ഇങ്ങനെ ഇതുവഴി കയറ്റാൻ ഭയങ്കര പേടിയാവുന്നത്. മോനും കൂടെ നിൽക്കുമല്ലേ, അപ്പോൾ സാഹസങ്ങൾ വേണ്ടാന്ന് കരുതിയിട്ട് ഞാൻ സ്കൂട്ടി ഇതേ അവിടെ സൈഡിൽ വെച്ചിരിക്കും. ഇത് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വയ്ക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സെക്കൻഡ് ട്രിപ്പ് ബസ് വരാനുണ്ട്. അപ്പോൾ സ്കൂൾ ബസ്സിന് ഞാൻ ഈ വഴിയിൽ കൊണ്ട് വണ്ടി വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ബസ് കയറാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഈ റോഡ് സൈഡിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാനിപ്പോൾ മീൻ മേടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഞെക്കാട് ഭാഗത്തുള്ള എല്ലാവരും, എനിക്കൊന്ന് കുറച്ച് ദൂരമുള്ളവരായാലും ഇവിടെ വന്നായിരിക്കും മീൻ മേടിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൂസിക്കട എന്നൊക്കെ. അപ്പോൾ ഇവരുടെ കയ്യിൽ അത്യാവശ്യം നല്ല ഫ്രഷ് മീനാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. എല്ലാവരും ഇവിടെ തന്നെയാണ് മേടിക്കാറ്. എൻ്റെ വീട്ടിലായാലും ഇവിടെ അച്ഛനായാലും ഒക്കെ ഇവിടെ തന്നെയാണ് മേടിക്കാറ്. ഇന്നിപ്പോൾ അച്ഛൻ എന്നോട് മേടിക്കാൻ പറഞ്ഞിട്ട് ഞാനും മേടിച്ചു, എന്നാൽ അച്ഛനും മേടിച്ചു. അപ്പോൾ മീനൊക്കെ കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ നെത്തോലിയായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് മേടിച്ച് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തുള്ള മലക്കറിക്കടയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവരെന്നോട് ചോദിക്കാം വീഡിയോ എടുക്കുവാണോ ഇൻസ്റ്റയിലാണോ? ഞാൻ പറഞ്ഞു ഇൻസ്റ്റയിലും ഉണ്ട് യൂട്യൂബിലും ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ നിങ്ങളുടെ കടയൊക്കെ ഞാൻ ഫേമസ് ആക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേണ്ടുന്ന കുറച്ച് വെജിറ്റബിൾസൊക്കെ വേണമായിരുന്നു. എന്താ പറയുക, ബീൻസ്, ക്യാരറ്റ് അങ്ങനെയുള്ളതൊക്കെ വേണമായിരുന്നു. ഒരു കുക്കുംബറൊക്കെ ഒരെണ്ണം എടുക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കിടന്ന് നശിച്ചു. മോൻ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ മാത്രമേ അതൊക്കെ എടുക്കാറുള്ളൂ. അങ്ങനെ അത്യാവശ്യം വേണമെന്നെല്ലാം മേടിച്ചിട്ട് വന്നു. മീനിപ്പോൾ കുറച്ച് അധികമായിട്ടുണ്ട്. കാര്യം അച്ഛനും മേടിച്ചുകൊണ്ട് വന്നല്ലോ. ഞാൻ പിന്നെ ചിലപ്പോൾ മോന് കൊടുക്കുമ്പോൾ തന്നെ അവൻ്റെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അല്ലെങ്കിൽ ഞാൻ കഴിക്കാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ വന്ന ഉടനെ എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് കൈയോടെ തന്നെ ഈ മേടിച്ചുകൊണ്ട് വന്ന വെജിറ്റബിൾസ് എല്ലാം അങ്ങ് ഫ്രിഡ്ജിലോട്ടാക്കാം. അല്ലെങ്കിൽ പിന്നെ അത് അവിടെ ഇരുന്ന് മറ്റേ കുരുട്ടീച്ച ഉണ്ടല്ലോ, അത് വന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഒന്നാമത്തെ തുമ്മലും അലർജി. ഇപ്പോൾ ഇതും കൂടെയൊക്കെ വന്നാൽ പിന്നെ എനിക്ക് മൊത്തത്തിൽ വട്ടാകും. അതുകൊണ്ട് അപ്പോൾ തന്നെ അങ്ങ് പറക്കി വെക്കാമെന്ന് കരുതിയിട്ട് മീൻ സൈഡിലോട്ട് വെച്ചിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം അപ്പോഴപ്പോഴും തന്നെ ഓരോ എന്താ പറയുക ഓരോ ഇതിനകത്തൊക്കെ ആക്കിയിട്ട് അങ്ങ് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുവാണ്. നമ്മൾ സാധാരണ ഈ എൻ്റെ വീട്ടിലൊക്കെ മലക്കറി മേടിക്കുമ്പോൾ ഉണ്ടല്ലോ 100ൻ്റെ വെട്ട് 50ൻ്റെ വെട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് മേടിക്കാറ് കേട്ടോ. ഞാൻ അങ്ങനെ മേടിക്കില്ല. കാര്യം അങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ എനിക്കിവിടെ വേസ്റ്റ് ആവും. ഞാനിങ്ങനെ ഒരുപാട് സാമ്പാർ അവിൽ അങ്ങനെയൊന്നും വെക്കത്തില്ല. അപ്പോൾ ഞാൻ മേടിക്കുന്നത് കുറച്ച് വെണ്ടയ്ക്ക, അതെനിക്ക് വിഴുക്ക് വയ്ക്കാം, പിന്നെ തോരൻ വെക്കാനായിട്ട് എന്തെങ്കിലും, പിന്നെ പച്ചടി വെക്കാനായിട്ടാണ് ആ ഒരു കുഞ്ഞ് വെള്ളരിക്ക മേടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിക്കായിട്ടാണ് ഇതായിരിക്കുന്നത് കോളിഫ്ലവർ. അങ്ങനെയൊക്കെ കുറച്ച് വീതം മാത്രമേ ഞാൻ മേടിക്കത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഒരു വെട്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ മേടിക്കാറില്ല. ഇതിങ്ങനെ പിറക്കി വെക്കുന്നതിനിടയിൽ കുറച്ച് വെണ്ടയ്ക്ക ഞാനങ്ങ് മാറ്റി കേട്ടോ. കാര്യം ഇന്ന് തന്നെ വിഴുക്ക് വെക്കാം, അത് ഫ്രഷോടെ ഇന്ന് മേടിച്ചല്ലേ, ഇന്ന് തന്നെ വെക്കാമെന്ന് കരുതിയിട്ട് കുറച്ചങ്ങ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ടിൻ്റെ പകുതി ഉണ്ടായിരുന്നു കേട്ടോ തോരൻ വെക്കാനായിട്ട്.
ഒരു വലിയ ബീട്രൂട്ടൊക്കെ മേടിച്ചാൽ പകുതി മാത്രമേ എടുക്കത്തുള്ളൂ. കാരണം നമുക്കിപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമുള്ളൂ, ഒരുപാട് വെച്ച് വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട്. അങ്ങനെ ആ ഒരു പകുതി ബീട്രൂട്ടും കൂടെ അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തോരനോ ആക്കാം, മെഴുക്കോ ആക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ ബീട്രൂട്ട് വെച്ചിട്ട് പിന്നെ ഇപ്പോൾ അതെടുത്ത് മാറ്റുന്നുണ്ടോ, അത് തോരൻ വെക്കാനായിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ബീൻസും ക്യാരറ്റും കൂടെ ഇട്ട് തോരൻ വെക്കുന്നത് നല്ല ടേസ്റ്റാണ്, അതെനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. സാധാരണ ബീൻസ് തോരൻ വെക്കുമ്പോൾ ക്യാരറ്റും കൂടി ഞാൻ ഇടാറുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം പെറുക്കി ഫ്രിഡ്ജിനകത്തോട്ട് വെക്കണം. ഇത് അത്യാവശ്യം അഴുക്കൊക്കെ ആയി കിടപ്പുണ്ട്. ഇതിന് നല്ല രീതിയിലുള്ള പണിയുണ്ട്, നമുക്ക് ക്ലീൻ ആക്കണം. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ നമുക്കങ്ങ് അപ്ലോഡ് ചെയ്യാം, ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ എന്താ പറയുക, അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൊന്നും പറയണം കേട്ടോ. എന്നാൽ മാത്രമല്ലേ നമുക്ക് ഇനിയും വീഡിയോ ഒക്കെ ചെയ്യാൻ തോന്നത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴുള്ള സപ്പോർട്ടൊക്കെ ഇനിയും വേണം, എൻ്റെ കൂടെ വേണം നിങ്ങളെല്ലാവരും. അപ്പോൾ ശരി, വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്